അപ്പൊ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്ന് എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കും, ക്ലാസ് സമയം തന്നെ എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കും. കഹൂത്ത്, അതുപോലെ തന്നെ ക്വിസിസ്, മൂന്നാമതായി നമ്മൾ പരിചയപ്പെട്ട ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ നിങ്ങൾക്ക് യൂസ് ആവാൻ പോകുന്ന സംഗതികൾ തന്നെയായിരിക്കും. അപ്പൊ ഇതിന്റെ വ്യത്യസ്തമായ മോഡൽസ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അതിന്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതെന്താക്കാവുന്നതാണ്. ഇതൊരു പസിൽ ഗെയിമാണ്. അത് ഞാൻ എന്താക്കുന്നുണ്ട്, ഒരു പസിൽ ഗെയിമാണ്. ഇതൊന്ന് നമുക്ക് നോക്കാം, ഒന്ന് പിന്നെ ജസ്റ്റ് നോക്കാം. ഞാനത് ഇതിലേക്ക് ഇത് പോകുന്നുണ്ട്. ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയക്കുന്നുണ്ട്, നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോന്നോരോന്നും നിങ്ങൾക്ക് ഓരോരോ വ്യത്യസ്തമായ ഗെയിംസുകളാണ്. അപ്പം പിന്നെ ആ ഗെയിംസിന്റെ ലിങ്കുകൾ ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, 8 മിനിറ്റ്. ഓക്കെ, ഞാൻ ബാച്ച് 1 ഒന്ന് അയച്ചിട്ടുണ്ട്, ബാച്ച് 2 അയച്ചിട്ടുണ്ട്. എല്ലാവരും ഈ ഗെയിമും ചെയ്ത് നോക്കും. ഓക്കെ, അയച്ചിട്ടുണ്ട്, ഒരു ഗെയിം അയച്ചിട്ടുണ്ട്. ഒന്ന് എല്ലാവരും ജസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മൂന്നാമത്തതാണ്. ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഞാൻ ഈ മൂന്നാമത്തതാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത് സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള ഒരു ഗെയിമാണ്. ഞാൻ വ്യത്യസ്തമായ സംഗതികൾ ജസ്റ്റ് പരിചയപ്പെടുത്താൻ മാത്രം. ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നിങ്ങളെല്ലാവരും ജസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മുടെ പിന്നെ ഇതിലേക്ക് ഷെയർ ചെയ്യാമോ? ഇതിലേക്ക് നമ്മുടെ ഇതിലേക്കൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ആരെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. ആരെങ്കിലും ഒരാൾ ചാറ്റ് ബോക്സിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നിലവിൽ ഞാൻ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനും ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ചെയ്ത് നോക്കുക. ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ഇതിപ്പോ എനിക്ക് തോന്നുന്നത് പ്രോനൗൺസ് ആണ്, ഇംഗ്ലീഷ് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഡാഷ് ഈസ് സിറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, മിസ്റ്റേക്കിന്റെ ഭാഗത്ത് തട്ടിപ്പോയാൽ കറക്റ്റ് ആവും. കുട്ടികളെ വിളിക്കുന്നു, നമുക്ക് ഓരോരുത്തരും കൊടുക്കുന്നു. അപ്പൊ ഓരോരുത്തരും ചെയ്യാൻ പറയുന്നു. വ്യത്യസ്തമായ സംഗതികളുണ്ട്. അപ്പം ഷീ കൊടുത്തു നോക്കാം. ഷീ കൊടുക്കുമ്പോൾ നമുക്ക് സിറ്റിംഗ് ഓക്കെ, ഡോഗ് ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരും. ഡാഷ് ഈസ് റാം എന്നാണ്. ഷീസ് റാം എന്ന് പറഞ്ഞാൽ ഒക്കില്ല, റാം. അപ്പൊ പ്രോനൗണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ നിങ്ങളൊക്കെ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയോ? നിങ്ങള് ചെയ്യുന്നുണ്ടായിരുന്നോ? ഹലോ ഹലോ, ചെയ്യുന്നുണ്ടായി, ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ, യെസ്. ഒരാൾ മാത്രമാണ് എനിക്ക് റിപ്ലൈ ആയിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു സംഗതി നമ്മൾ ജസ്റ്റ് ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചുതരാം. ഇതിന്റെ ഒരു ഇതേ സെയിം ക്വസ്റ്റ്യൻ, ഇതിലുള്ള ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഒരു തറവാക്കി എടുക്കാനുള്ള വ്യത്യസ്തമായ ഗെയിംസുകൾ അപ്പുറത്തുള്ളത്. അതിന്റെ അപ്പുറത്തിന് ക്വിസിലേക്ക് പോകുന്നു. റൈറ്റ് സൈഡിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പം സെയിം ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് റാം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. അപ്പൊ ഒരു ഓപ്ഷൻ ഹീ ഷീ, സെയിം അതിൽ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്, വ്യത്യസ്തമാണ്. അപ്പൊ ഹീ ആണോ ഷീ ആണോ ഇറ്റ് ആണോ എന്നുള്ളത്. പ്രോനൗൺസ് പഠിക്കാനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഒരു സാധനം പഠിപ്പിച്ച ശേഷം അത് തറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനം ഉപയോഗിക്കാം. ഒരു കുട്ടിയെ വിളിക്കുന്നു, ഓരോരുത്തരെ വിളിച്ചിട്ട് ചെയ്യിക്കുകയാണ്. അപ്പൊ ഹീ ആണോ ഷീ ആണോ എന്നുള്ളത് ജസ്റ്റ് ഹീ കൊടുത്തു, ഇൻകറക്റ്റ് ആണത്. ഹീസ് റാം കൊടുത്തു, ഹീ ആണ് കറക്റ്റ്, ഷീ ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്, നമുക്കൊരു പോയിന്റ് കിട്ടി. അപ്പം അടുത്ത ഡാഷ് ഈസ് സിറ്റിംഗ് എന്നാണ്. ഇതൊരു ഡോഗ് ആണ്, നോൺ ലിവിംഗ് ആണ്. അപ്പം ഇറ്റാണ് ആക്ച്വലി വരിക. അപ്പൊ നമുക്ക് ഡേ ഇൻകറക്റ്റ് ആയിട്ട് കൊടുത്തു നോക്കാം. ഓക്കെ, ഇൻകറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. അത് ഓരോ കുട്ടിയെ വിളിക്കുന്നു, എന്നിട്ട് ഓരോരുത്തർ ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ അടുത്തത് ഡാഷ് ഈസ് പ്ലേയിങ് ആണ്. ഹീ ആണോ ഷീ ആണോ ഇറ്റ് ആണ്. ഇത് പ്രോനൗൺസ് ആണ് പഠിപ്പിക്കുക. ഇത് നമുക്ക് പല വിഷയങ്ങളും പറ്റുട്ടോ, എല്ലാ വിഷയങ്ങളും. ജസ്റ്റ് പ്രോനൗൺസ് മാത്രം എടുത്തു മാത്രം. അപ്പൊ ഹീ ആണത്, നമുക്ക് ഹീ കൊടുത്തു നോക്കാം. കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇൻകറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സാധനത്തെ 5 ക്വസ്റ്റ്യൻ ആകെ ഉള്ളൂ ഇതിൽ കേട്ടോ. ഓക്കെ, ദേ ആർ സ്റ്റഡിങ് എന്നുള്ള സാധനം വേണ്ടത്. നമുക്ക് ഇൻകറക്റ്റ് ആയി കൊടുത്തു നോക്കാം. എന്തെങ്കിലും മ്യൂസിക് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ലാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്, വ്യത്യസ്തമായ ഗെയിമിലേക്ക് പോകാൻ പറ്റുമെന്ന് ആ 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. വി ആർ ഹാവിംഗ് ലഞ്ച്, ഷീ ഈസ് ഹാവിംഗ് ലഞ്ച്. നമുക്ക് ഷീ ഇൻകറക്റ്റ് കൊടുത്തു നോക്കാം. അപ്പൊ അത് വരും നോക്കാം.
പോത്തൊക്കെ അവിടുന്ന് കാണുന്നുണ്ട്. എനിവേ ഇത്രയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് 5-2 മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോരുത്തരെ വിളിച്ചു നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. പിന്നെ സ്പിൻ റിവീലാണ്. ഇതിൽ ഒരുപാട് വ്യത്യസ്തമായ ഗെയിംസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് തറവാക്കാൻ വേണ്ടി ഈ പറയപ്പെട്ട ഏത് ഗെയിംസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഈ വിഷയം തറവാക്കാൻ വേണ്ടി പ്രൊനൗൺസ് തറവാക്കണം. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തരെ വിളിക്കാം, നിങ്ങൾക്ക് ഓരോരുത്തരെ വിളിച്ചിട്ട് സാധനം ചെയ്യിപ്പിക്കാം, സ്പിൻ കൊടുക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, വ്യത്യസ്തമായ രീതിയിൽ ഈ ഗെയിം നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് മാത്രം ഡിവൈസ് ഉണ്ടായാൽ മതി, ബാക്കിയുള്ളവർക്ക് ഡിവൈസ് വേണ്ട. ഓരോരുത്തരെ വിളിക്കുന്നു, നിങ്ങളുടെ സ്കൂളിലെ ഡിവൈസിലുള്ള സാധനം ഉപയോഗപ്പെടുത്തി നമുക്ക് ഇതെന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ സ്പിൻ വീൽ എന്നുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതിലൊക്കെ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് എന്താക്കുന്നു, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കി നോക്കാം, ഇത്രയും ഗെയിംസുകൾ നമുക്ക് അവൈലബിൾ ആയി കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം പിന്നെ ഇതാണ് സംഗതി. അപ്പം ഇത് നമുക്ക് എങ്ങനെ എഡിറ്റ് ഇപ്പൊ ഇത് നമുക്ക് ഈ വ്യത്യസ്തമായ ഗെയിംസ് മെത്തേഡുകൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഞാൻ പിന്നെ ഒരുപാട് ഇനിയും ഗെയിംസുകൾ ഉണ്ട്, ഞാൻ അതിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചില ക്വസ്റ്റ്യൻസ്, ചില ഗെയിംസ് മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതെങ്ങനെ താഴെ എഡിറ്റ് കണ്ടാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഇതിലെ സെന്റൻസ് ഒക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ എഡിറ്റ് കൊടുക്കുന്നു, എഡിറ്റ് ആസ് എയർപ്ലെയിൻ. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, നോക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞ നമുക്കിന്ന് എന്തില്ല, നിലവിൽ മെയിൻ വേർഷനിൽ എന്തില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. വന്നിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അത് കോപ്പി ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ, ആ സംഗതി കോപ്പി ചെയ്യാൻ വന്നിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇനി സയൻസുകാർക്കാണെങ്കിൽ സയൻസിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ നമുക്ക് എഡിറ്റബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, നിങ്ങൾക്ക് എന്താണ്, സയൻസ് ആണോ, മാത്സ് ആണോ, ഇംഗ്ലീഷ് ആണോ, ഹിസ്റ്ററി ആണോ, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടോപ്പിക്സ് എന്താണ്, നിങ്ങൾ കണ്ടന്റ് ടോപ്പിക്സ് ഇവിടെ കൊടുക്കാം. ജസ്റ്റ് എല്ലാവരും പോയിട്ട് 5 ക്വസ്റ്റ്യൻസ് ChatGPT പോയിട്ട് നിങ്ങൾക്ക് ചെയ്തോളൂ. എല്ലാവരും നിങ്ങൾക്ക് ChatGPT പോകുന്ന 5 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് 5 ക്വസ്റ്റ്യൻ എന്താണ്, ChatGPT പോകുന്നു, ക്രിയേറ്റ് 5 ക്വസ്റ്റ്യൻ ഇൻ യുവർ നിങ്ങളുടെ സബ്ജക്ട് ബേസിലുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താക്കുന്നു, 3 ഓപ്ഷൻസ് വെച്ചിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് തയ്യാറാക്കാൻ പറയുന്നു. ഓക്കെ, പ്രിപ്പയർ, പെട്ടെന്നാണ് എല്ലാവരും സ്വന്തം ചെയ്യാം. പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ environment science for class 3 students. ക്ലാസ് 3 സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്, 3 options are needed. Okay, correct options should be bolded. കറക്റ്റ് ആൻസർ ഷുഡ് ബി ബോൾഡ് ആയിട്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്നു. നമുക്ക് ഇനി ഇതുപോലെ നിങ്ങളുടെ ഏത് വിഷയം നിങ്ങൾ ഇപ്പൊ തന്നെ കൊടുക്കണം കേട്ടോ. ഇത് ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും എല്ലാവരും ഒരു സാധനം നിങ്ങൾ ഇപ്പൊ ചെയ്യാം. നിങ്ങൾ പിന്നെ ബാക്കിയുള്ള സമയത്ത് കൊടുക്കാൻ തന്ന സമയത്ത് പലരും ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാവരും ഇപ്പൊ തന്നെ ചെയ്യുക. ഒരു സംഗതി നിങ്ങളുടെ വക ഒരു സംഗതി ഇപ്പൊ തന്നെ ഉണ്ടാക്കുകയാണ്. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഇപ്പം കിട്ടുന്നുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സോഴ്സ് ഓഫ് ക്ലീൻ ബട്ടർ. അപ്പൊ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് ജസ്റ്റ് എന്താക്കുന്നു, ഈ ക്വസ്റ്റ്യൻ ഇവിടെ എടുക്കുന്നു. ഓക്കെ, ഒരെണ്ണം എടുക്കാണ്, ഇതിലേക്ക് പോവുകയാണ്. ഓക്കെ, മേക്ക് ഇറ്റ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആക്കണം അല്ല നമുക്ക്. ഓക്കെ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആക്കാം. fill in the blank question. fill in the blank question ആക്കാം നമുക്കത്. make this question as ഫിൽ ദി ബ്ലാങ്ക് ക്വസ്റ്റ്യൻ മോഡൽ ആക്കാനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്കത് ആ ലെവലിലേക്ക് കിട്ടുന്നു നോക്കാം. ഓക്കെ, യെസ്, 3 ഓപ്ഷൻസ് കാണുന്നില്ല, നമുക്ക് ഓപ്ഷൻസ് കൊടുത്തേക്കാം. 3 ഓപ്ഷൻസ് ആർ നീഡഡ്. ഓക്കെ,
നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആഡ് ചെയ്തേക്കാം. ഡാഷ് ഈസ് ഇതാണ് നമ്മുടെ എന്ത് ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തു നോക്കാം. ഓക്കെ, യെസ് വന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. ആരോരോ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അയ്യോ, ഇതെന്താ നിങ്ങൾ പറയാത്തെ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. അത് നെറ്റ്വർക്ക് പോകുന്ന പ്രശ്നം വരുന്നതായിരിക്കാം. ജസ്റ്റ് നോക്കി ഇപ്പൊ ഓക്കെ അല്ലേ? യെസ് 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 യെസ്. കറക്റ്റിന്റെ അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എല്ലാവരും ചെന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സോ ഇത് ക്ലാസ് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന സംഗതിയാണ് ഈ സാധനം. കറക്റ്റ് ആൻസർ പോയിട്ട് നിങ്ങൾ അത് കൊടുക്കുന്നു. വേർഡ് വാൾ പോയിട്ടേ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തന്ന ഒരു ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്കിൽ പോയിട്ട് താഴെ എഡിറ്റ് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എഡിറ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ച ലിങ്ക് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് കൊടുക്കാൻ പറ്റും. താഴെ എഡിറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലെ മെയിൻ വിഷയം എന്തായിരുന്നു? എൻവയോൺമെന്റ്, ക്ലാസ് 3 എൻവയോൺമെന്റൽ സയൻസ് ആയിരുന്നു ഇതിൽ നമ്മുടെ വിഷയം. നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും സിമ്പിൾ ആയിട്ട്. എഡിറ്റ് ഓപ്ഷൻ കാണുന്നില്ലേ? ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഓപ്പൺ ചെയ്ത സംഗതി ഇതായിരുന്നു. തുറന്നത്. അത് തുറക്കുന്ന സമയത്ത് എന്താണ് പ്രൊനൗൺസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. താഴത്തെ എഡിറ്റ് ഓപ്ഷൻ കാണുന്നുണ്ട്. കണ്ടില്ലേ? താഴെ എഡിറ്റ് കണ്ടന്റ്. ഇത് ഈ ബാക്കിയുള്ളത് കാണുന്നുണ്ടോ? ഫോണിലാണോ നിങ്ങൾ നോക്കുന്നത്, സിസ്റ്റത്തിലാണോ? ഫോണിലും കാണും. നമുക്കത് ഫോണിലും അത് കാണുന്നതാണ്. ഓക്കെ, ഫോണിൽ അവൈലബിൾ ആണ്, ഇതിലും അവൈലബിൾ ആണ്. ജസ്റ്റ് എല്ലാവരും ഇപ്പൊ ഫോണിലും കാണുന്നുണ്ടല്ലോ. ഫോണിൽ ഓപ്പൺ കാണുന്നുണ്ടല്ലോ. ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചുതരാം. ഫോണിൽ അത് കാണുന്നുണ്ട്. ഫോണിലും അത് കാണുന്നുണ്ട്. ഓക്കെ, ഒരാൾക്ക് മാത്രമാണോ കാണാത്ത? ബാക്കിയുള്ള ആൾക്ക് കിട്ടുന്നുണ്ടോ? അത് കണ്ടന്റ് കാണുമ്പോ എഡിറ്റ് കണ്ടന്റ് ആണ് നിങ്ങൾ എന്താക്കുന്നത്, ക്ലിക്ക് ചെയ്യേണ്ടത്. എങ്ങനെ ഇല്ലേ? അത് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ സൈൻ ചെയ്യേണ്ട കേസ് ഉണ്ടാവുള്ളൂ. ഒരു തവണ സൈൻ ചെയ്താൽ മതിയോ? സൈൻ ചെയ്താൽ കിട്ടാവുന്ന ഉണ്ടാവുള്ളൂ. എഡിറ്റ് കണ്ടന്റ് അതന്നെ. എഡിറ്റ് കണ്ടന്റ് കണ്ടില്ലേ? എഡിറ്റ് കണ്ടന്റ് പോവാ. എന്നിട്ട് എന്ത് ചെയ്യാ? എഡിറ്റ് കണ്ടന്റ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ. ഓക്കെ, നിങ്ങൾക്കത് കോപ്പി ചെയ്യാൻ പറ്റിയിരുന്നു. ഞാനത് ഇപ്പൊ ചെയ്തപ്പോഴാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇനി അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ തൊട്ട് മുകളിൽ ക്രിയേറ്റ് ആക്ടിവിറ്റി കാണുന്നുണ്ട്. മുകളിൽ ക്രിയേറ്റ് ഓക്കെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്തായാലും എനിക്കത് ഓപ്പൺ ആയി കിട്ടിയിട്ടായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വഴിയുണ്ട്. നിങ്ങൾ നേരെ ക്രിയേറ്റ് ആക്ടിവിറ്റി പോവാം. ഇവിടെ കണ്ടോ ക്രിയേറ്റ് ആക്ടിവിറ്റി മുകളിൽ? ആ ക്രിയേറ്റ് ആക്ടിവിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ഗെയിംസുകൾ നമുക്ക് സാധനം ചെയ്യിപ്പിക്കാൻ പറ്റും. ഏതൊക്കെ ഗെയിംസ് നമുക്ക് വേണ്ട വെച്ചാൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ നമുക്കത് ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി എയർപ്ലെയിൻ സംഗതിയാണ്. എയർപ്ലെയിൻ ഇതിൽ അവൈലബിൾ ആയി വരുന്നില്ല. എനിവേ നമുക്ക് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ ഇതിൽ കിസ് കൊടുക്കാം. നിങ്ങൾക്ക് കിസ് കൊടുക്കാം. പിന്നെ എന്താണ് സ്പിൻ ദി വീലൊക്കെ കൊടുക്കാം. എനിവേ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട്. കിസ് കൊടുത്തോളൂ. നിങ്ങൾ കിസ് കൊടുത്താൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും. ഓക്കെ,
ക്വിസ് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്യുന്നു. ടൈപ്പ് അത് ടോപ്പിക് ആണ്. ഓക്കെ, എന്താണ് ടോപ്പിക്? നമ്മുടേത് എൻവിറോൺമെന്റ് ആയിരുന്നല്ലോ. ഓക്കെ, അതായിരുന്നു എൻവിറോൺമെന്റ്. ഞാൻ അതവിടെ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസ് ജസ്റ്റ് എടുക്കുന്നു. അത് നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ചെയ്യാണ് നമ്മൾ. ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇനി അതിന്റെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് അവിടെ ചെയ്ത് കൊടുക്കുന്നു. ഓരോ ഇതിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ചെയ്ത് കൊടുക്കാണ്. ഇനി ഇതിൽ കറക്റ്റ് ആയതിന് നേരെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. കറക്റ്റ് ആയത് ചില ടിക്ക് ചെയ്യുക. ഒരു ആൻസറും കൊടുക്കാം നമുക്ക്. ഓക്കെ, ഒരു 3 ഓപ്ഷൻ കൊടുക്കുന്നു നമ്മൾ. അതിനെ നമ്മൾ എന്തായിരുന്നു ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് പോകാവുന്നേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കൊടുത്താൽ സംഗതി റെഡിയായി കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് സംഗതി ചെയ്യാൻ പറ്റും. ഇവിടെ അപ്ഗ്രേഡ് ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരു സബ്ജക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിന്റെ ബേസിൽ കണ്ടന്റ് നമുക്ക് ഇവരെ സെറ്റ് ആക്കി തരാവുന്ന സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷെ എന്തില്ല, ബേസിക്കലി സാധനം കിട്ടുന്നില്ല. ഇനി എന്തായാലും എനിക്കെന്തോ ഫയലേക്ക് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുകയും എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ അവിടെ കോപ്പി ചെയ്ത് വരികയും എനിക്കിത് അവിടെ ഓപ്പൺ ആയി കിട്ടുകയൊക്കെ ചെയ്തിട്ടോ. അപ്പൊ ഞാനത് വെച്ചെന്താക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും സെയിം സാധനത്തിൽ. ഓക്കെ, എനിക്കിവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സംഗതി അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, അത് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് എന്താക്കിയാൽ മതി. ഒരാൾക്ക് 3 ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ 3 സാധനത്തിന് ആരെങ്കിലും വേർഡുകൾ 3 തവണ ഉപയോഗിച്ചവരുണ്ട് എങ്കിൽ അവർക്ക് പിന്നെ 3 കൂടുതൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. 3-4 ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഈ ആരോ എനിക്ക് അയച്ചിട്ടുണ്ട്. എന്താണ് ഹാജര, പിന്നെന്താണ് നിങ്ങളിത് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ സംഗതി? മുമ്പ് ഒരു 3-4 നമുക്ക് മാക്സിമം ചെയ്യാം. 5 മാക്സിമം ചെയ്യാം. എനിക്ക് തോന്നുന്നു 5 ഉപരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക് പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾ വേറെ മെയിൽ ഐ ഡിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കൂ. ഒരു സെയിം മെയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് 5 നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ ഒരു ഗെയിം ജസ്റ്റ് കാണിച്ചു. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത വേറൊരു ഓപ്ഷനാണ് ഇതിലുള്ള. അപ്പം പിന്നെന്താണ് എയർപ്ലെയിൻ ഗെയിമിന്റെ ജസ്റ്റ് കാണിച്ചുതരാം. എയർപ്ലെയിൻ ഗെയിം ഞാൻ ജസ്റ്റ് കാണിച്ചു. ഇനി മലയാളം നെറ്ററിന്റെ വേറെ ഗെയിമാണ്. ഓക്കെ, എന്താണ് ഇനി നമ്പേഴ്സ് ഒക്കെ വരുന്ന കേട്ടോ. ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യാമെന്നില്ല. ആക്ച്വലി നിങ്ങൾ പഠിപ്പിച്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളൊക്കെ ഇതിൽ കടക്കുന്നുണ്ടാവും. ഇപ്പൊ ഇത് ഒരു നമ്പേഴ്സുമായി ബന്ധപ്പെട്ട സംഗതിയാണ് ഇനി അടുത്ത് കാണിക്കാൻ പോണത്. അപ്പം ഈ നമ്പേഴ്സുമായി ബന്ധപ്പെട്ടത് അത് റീഅറേഞ്ച് ചെയ്ത് ഡിസോർഡർ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇവിടെ ഒത്തിരി കുട്ടികളെ വിളിച്ച് ഓർഡർ ചെയ്യിപ്പിക്കാൻ നമുക്ക് സമയം കൊടുക്കാം. എത്ര കുട്ടികൾക്ക് മത്സരം കൊടുക്കണം. ഇവിടെ ലെഫ്റ്റില് ടോപ്പില് സമയം കാണിക്കുന്നുണ്ട്. ഇത് ഡിസോർഡർ ആയി വന്നിട്ടുണ്ട്. ഓർഡർ ആക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ സമയത്തിലേക്കും നമുക്ക് എത്ര സമയം പിടിക്കുന്നത് നോക്കാം. 31, 32. ഓക്കെ, ഇതൊരു ഓർഡർ ആക്കിയുള്ള സംഭവമാണ്. ഞാൻ ലിങ്ക് അയച്ചുതരാം നിങ്ങൾക്ക്. ജസ്റ്റ് നിങ്ങൾക്കും രസമായിട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. ഇത് നമുക്ക് എന്താണ് ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ ഡിസോർഡർ ആയി കൊടുക്കുന്നു, അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് അൺജമ്പിൾ എന്ന ഓപ്ഷൻ ഞാൻ പറയാം. അൺജമ്പിളൊക്കെ എനിക്ക് ബേസിക്കിൽ പെട്ട സംഗതിയാണ്. അൺജമ്പിളൊക്കെ ബേസിക് ഓപ്ഷനിൽ പെട്ട സംഗതി തന്നെയാണ്. അൺജമ്പിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പാരാഗ്രാം, സ്പിൻ വീൽ, ഇതാ അൺജമ്പിൾ സെന്റൻസ് തെറ്റിച്ചു കൊടുക്കാം. മലയാളത്തിലെ സെന്റൻസ് തെറ്റിച്ചു കൊടുക്കാം. സെന്റൻസ് ഒരുമിപ്പിക്കാം, ഒരു ക്രമത്തിലാക്കാൻ പറ്റും. ഇതിൽ ലവ് ഐ യു എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇത് അൺജമ്പിൾ ആയി വന്നിട്ടുണ്ട്. നമ്പർ അൺജമ്പിൾ ആകും. ഇത് ലാംഗ്വേജൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷനാണ് അൺജമ്പിൾ ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പം പിന്നെ എന്താണ് ഞാൻ ജസ്റ്റ് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഞാൻ വ്യത്യസ്തമായ ഓപ്ഷൻസ് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നത് മാത്രം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ഞാനിത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ 2 അയക്കുന്നുണ്ട്. ഒരു വ്യത്യസ്തമായ ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
ഒരു ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ ഒരു തവണ 5 ചെയ്ത ശേഷം അടുത്തേക്ക് പോകാൻ പറ്റും. അൺജംബിൾ മാത്സ് നമ്പേഴ്സിന് കടം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാവോ? ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാർ ഒന്ന് പോയിട്ട് അതിൽ പോയിട്ട് തംസപ്പ് കൊടുത്താൽ മതി. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. അൺജംബിൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് ആരാണ് പെട്ടെന്ന് എത്ര സെക്കൻഡ് എടുത്തൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ പറ്റും. ഓരോരുത്തരും എത്ര സെക്കൻഡിനുള്ളിൽ തീർക്കാൻ പറ്റിയതിൽ ജസ്റ്റ് നോക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പേഴ്സണലായിട്ട് ഇട്ടാൻ വേണ്ട എത്ര സെക്കൻഡ് എടുത്തുന്നുള്ളത്. ഓക്കെ, പെട്ടെന്ന് 5 ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഓരോരുത്തരും എത്ര സെക്കൻഡിനുള്ളിൽ സാധനം തീർത്തുന്നുള്ളതെന്ന് പെട്ടെന്ന് നന്നാവും. പേഴ്സണലായിട്ട് വിട്ടാൽ മതി എത്ര സമയത്തിനോട് എടുത്തു എന്നുള്ളത് കേട്ടോ. ഹലോ, കാണുന്നുണ്ടോ? സാധനം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എത്തിയിട്ടില്ലേ? അപ്പൊ അതൊന്ന് നിങ്ങൾ എത്ര സെക്കൻഡ് എടുത്ത് ഫിനിഷ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടുന്നാൽ ഏകദേശം ആരാണ് ടോപ്പ് ആയിട്ട് വന്നിട്ടുള്ളത്, പെട്ടെന്ന് ആര് ചെയ്യുന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതാണ് സംഭവം. 31 കൊടുത്ത് ഇതിന്റെ ക്രമത്തിൽ ഡിസോർഡർ ആയി കൊടുത്തിട്ട് നമുക്ക് ഓർഡറിലാക്കാന്നുള്ളതാണ്. ഓക്കെ, ഇത് പിന്നെ മലയാളത്തിൽ പറ്റും, പിന്നെ എന്താണ് ഇംഗ്ലീഷിലും പിന്നെ ഇതിലൊക്കെ പറ്റാവുന്ന മാത്സിന്റെ ആൾക്കാർ ചെയ്തതാണ് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ അൺജംബിൾ സെന്റൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ പോയിട്ട് നിങ്ങൾ എന്താക്കിയാൽ മതി, അൺജംബിൾ വേർഡ് വാൾ എന്ന് അടിച്ചുത്താൽ മതി. അൺജംബിൾ വേർഡ് വാൾ എന്ന് അടിച്ചാൽ തന്നെ സാധനം കിട്ടും. അൺജംബിൾ വേർഡ് വാളിന്റെ സാധനം അടിച്ചുത്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇഷ്ടംപോലെ എക്സാമ്പിൾസ് കിട്ടും. ഉദാഹരണം കാണിച്ചുതരാം. ഇപ്പൊ മലയാളത്തിന്റെ കാണിച്ച പോലെ എന്താണത് ഇംഗ്ലീഷിന്റെ കാണിച്ചുതരാം. ഇംഗ്ലീഷിന്റെ സിമ്പിൾ ആയിട്ട് സെന്റൻസ് ഒക്കെ ഉണ്ട്, നോക്കിയോളൂ. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാം. റേച്ചൽ ഇതെങ്ങനെ ഒരു കുട്ടികളെ വിളിച്ചിട്ട് എങ്ങനെ ചെയ്യിക്കുന്നത് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന്. ഇതിൽ ഓൾറെഡി നിങ്ങൾക്ക് പിന്നെ ടെൻസുകൾ ക്രമത്തിലെല്ലാം ഉണ്ടാവാം, പിന്നെ എന്താണ് പ്രോനൗൺ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവും. ഇപ്പൊ ഇതിൽ ഡിസോർഡർ ആയി കൊടുത്തിട്ടുണ്ട്. റേച്ചൽ, മൈ, നെയിം, ഈസ് എന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താക്കണം, ഇത് ഓർഡർ ആക്കാന്നുള്ളതാണ്, ഡ്രാഗ് ചെയ്തുകൊണ്ട്. ഓക്കെ, മൈ നെയിം ഈസ് റേച്ചൽ. ഓക്കെ, ഇതാണ് ഇതിലൊരു സംഗതി. മൈ നെയിം ഈസ് റേച്ചൽ എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇതൊരു ഡിസോർഡർ ആയി കൊടുത്ത് ചെറിയ ക്ലാസ്സിലൊക്കെ പറ്റും. ഇത് സെന്റൻസ് ക്രമത്തിലാക്കുക എന്നുള്ള സംഭവമാണ്. ഓക്കെ, അപ്പം എന്താണ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഫ്രീ പീരീഡ് കിട്ടുന്ന പോയ സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ സാധനം കൊടുത്താൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് മാക്സിമം ഈ സംഭവം കൊടുക്കുമ്പോൾ അത് ഇൻഫർമേഷനും ആവും, അതോടൊപ്പം അവർക്ക് ഫണ്ണി ആയിട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഐ ആം ഫ്രം ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പൊ ഓരോരുത്തർ വിളിക്കുന്നു, ഓരോരുത്തരും ചെയ്യുന്ന സമയത്ത് നമുക്കത് സാധനം സെറ്റായി കിട്ടും. അപ്പൊ ഇതാണ് ആക്ച്വലി വേറൊരു ഓപ്ഷൻ ആയിട്ടുള്ള അൺജംബിൾ ഗെയിം എന്നുള്ളത്. ഇതൊക്കെ റൈറ്റ് സൈഡിൽ ഇതൊക്കെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു ടൈപ്പാണ് അൺജംബിൾ ആയി കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മലയാളം ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് ചെയ്യാൻ പറ്റും, ഹിന്ദി ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഒരു മോഡലാണ് ഇത് തന്നിട്ടുള്ളത്. ചെയ്തു നോക്കുക. മാത്സിന്റെ ഞാൻ നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മാത്സിന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ, ചെയ്യാൻ പറ്റുന്നില്ല? ഓക്കെ. അപ്പൊ നമ്മള് പിന്നെ ആദ്യം നമ്മൾ ഉപയോഗിച്ചത് ഒരു എയർപ്ലെയിൻ ഗെയിം ആയിരുന്നു. എയർപ്ലെയിൻ ഗെയിമിന്റെ പിന്നെ വേറൊരു സംഗതി കൂടെ ഉണ്ട്. പിന്നെ എന്താണ്, ഓക്കെ, പിന്നെ ഇനി മലയാള ലെറ്ററിന്റെ ഗെയിം കാണിച്ചുതരാം. മലയാള ലെറ്റർ ഗെയിം ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ അടുത്ത് തരുന്നത് ഓരോ വ്യത്യസ്തമായ ഗെയിംസ് മോഡൽസ് പരിചയപ്പെടുത്താൻ മാത്രം കേട്ടോ. അതിനു മുമ്പായിട്ട് ഇതില് വേറൊരു സാധനം പറയുന്നുണ്ട്. ഇതില് നിങ്ങൾക്ക് അനഗ്രാം എന്ന് പറയുന്ന സാധനം ഉണ്ട്. അനഗ്രാം ഇതൊരു വേറൊരു ഗെയിമിംഗ് ടൂളാണ്. അനഗ്രാം എന്ന സാധനം. ഇത് വരുന്നത് എങ്ങനെയാ വെച്ചാല് ജസ്റ്റ് നോക്കാം. അനഗ്രാം എന്നാണ് ഇതിന്റെ പേര്. അത് ഇതേ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇത് നമ്മൾ വ്യത്യസ്തമായ ഗെയിമിലൂടെ കുട്ടികൾക്ക് തറവാക്കി കൊടുക്കുക എന്നുള്ള സാധനമാണ് ഈ വേർഡ് വാളിന്റെ മെയിൻ ഉദ്ദേശം. അപ്പം ഇതിൽ നിങ്ങൾക്കുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് എന്താ ചെയ്യാം, സ്പെല്ലിംഗ് ഒക്കെ ഇൻകറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഇപ്പം ഇതില് മൈ എന്നാണ് വേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടന്റുകൾ അങ്ങനെ എന്താ സെന്റൻസ് പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അറബിക്ക് ഇംഗ്ലീഷിന് പ്രത്യേകിച്ച് ഉപകാരപ്പെടുത്താൻ പറ്റുണ്ടോ. അപ്പം മൈ നെയിം ഈസ് എന്നുള്ളതാണ്. മൈ നെയിം. ഓക്കെ, അപ്പൊ എന്താ ഇത് സ്പെല്ലിംഗ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, മൈ നെയിം ഈസ് റൈച്ചൽ എന്നല്ല കൊടുത്തുള്ളത്. നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന് ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ രീതിയിൽ റൈച്ചലാണ്. അപ്പൊ ഇൻകറക്റ്റ് ആണെങ്കിൽ എന്താ ചിലപ്പോൾ അത് വരില്ല, ഇൻകറക്റ്റ് കാണിക്കും. ഓക്കെ, അപ്പൊ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കി എടുക്കാൻ നമുക്കിത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ,
അപ്പം എന്താണ്, ഇതാണ് മൈ നെയിം ഈസ് റേച്ചൽ. ക്ലിയർ ആയിട്ടുണ്ട്? ഓക്കെ. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് അനഗ്രാം എന്ന് പറഞ്ഞൊരു ടൂളും കൂടി ഇതിലുണ്ട്. നമുക്ക് ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എന്താകുന്നു, അത് നമുക്ക് സെന്റൻസ് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് അനഗ്രാം ഉള്ളത്. ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ വ്യത്യസ്തമായ ഗെയിമിലൂടെ അത് തറോ ആക്കി എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു വേർഡ് വാൾ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, യെസ്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ചെയ്തു നോക്കിയപ്പോ ചെയ്യാൻ പറ്റിയെന്നെങ്കിലും ചെയ്തിട്ടുണ്ടല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഇതാണ് ഒരു സംഗതി കേട്ടില്ലേ? അപ്പം പിന്നെ എന്താണ്, ഇതാണ് അനഗ്രാമിൻ്റെത് ഒരു മെത്തേഡ്. അനഗ്രാമിന്റെ വേറെ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് തരാം. അതിന് മുമ്പായിട്ട് ഞാൻ മലയാളത്തിലൊരു ഗെയിം ഞാൻ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് വിട്ടിരുന്നുണ്ട്. ഇത് മലയാളം ലെറ്റർ ഉണ്ട് ഇതില്. അപ്പൊ അതിന്റെ ആ ലെറ്ററിന്റെ നേരെ ആ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തുണ്ട്, പിക്ചർ ഉണ്ട്. ആ പിക്ചറിന് ഫിറ്റ് ആയിട്ടുള്ള ലെറ്റർ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കുന്നു. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അത് ചെയ്ത് നോക്കുക. ഞാൻ വിട്ടിട്ടുണ്ട്. ചെയ്തവരൊക്കെ ചെയ്തതിനു ശേഷം തംസപ്പ് കൊടുക്കട്ടോ. ചെയ്ത വർക്കിന് നേരിട്ട് തംസപ്പ് കൊടുക്കുക. ഒരു മലയാളം ലെറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം വിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത ശേഷം ആ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. 5 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞവർ ജസ്റ്റ് തംസപ്പ് എടുക്കുക. പെട്ടെന്ന് പഠിച്ചിട്ടുണ്ട്. കണ്ടോ? ക്വസ്റ്റ്യൻ കണ്ടോ? ലിങ്ക് കണ്ടോ? ഓക്കെ, ഓക്കെ. ചെയ്ത് നോക്കൂ, ചെയ്ത് നോക്കൂ. ചെയ്തഞ്ഞ തംസപ്പ് പഠിക്കണേ. ചെയ്തഞ്ഞ തംസപ്പ് പഠിക്കാം. ഞാനും ചെയ്യുന്നുണ്ട്. യെസ്. വളയുണ്ട്, മോതിരണ്ട്, പട്ടിയുണ്ട്. ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ. സമയം പോയിക്കൊണ്ടിരിക്കുക, മുകളിൽ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ ലെറ്ററും ഇതൊക്കെ നിങ്ങൾക്കിത് പിന്നെ ഏത് വിഷയത്തിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഏത് വിഷയത്തിലും ചെയ്യാൻ പറ്റും, ഇന്നതിന് മാത്രമൊന്നല്ല. ഓക്കെ, ഏതിലും ചെയ്യാൻ പറ്റും. വെച്ചിട്ടുള്ള വേർഡ് എന്താണെന്നുള്ളത് കണ്ടെത്തണം. മഴയാണോ, പട്ടിയാണോ, വളയാണോ എന്നുള്ളതാണ്. 3 സിമ്പിൾ ഉണ്ട്. ചെയ്യാൻ പറ്റിയോ? ഒന്ന് അതിൽ പോയിട്ട് തംസപ്പ് പഠിക്കും. തംസപ്പ് പഠിക്കും ചെയ്യാൻ പറ്റിയതൊക്കെ. ആനയുണ്ട്, പാറയുണ്ട്, പൂച്ചയുണ്ട്. ചെയ്തവരൊക്കെ ഒന്ന് തംസപ്പ് പഠിക്കും. ഈ ലിങ്കിലല്ല, നമ്മള് വാട്സപ്പില് ആ ലിങ്കിൽ പോയിട്ട് തംസപ്പ് ചെയ്യും. ചെയ്ത് കഴിഞ്ഞവര് കേട്ടോ. ഓക്കെ, ചെയ്തവരൊന്ന് തംസപ്പ്. ഓക്കെ, 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 ഓക്കെ. യെസ്, 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 യെസ്. സമയം ഓക്കെ, സമയം കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പം 9 പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതേ പറയുന്നത് ഇതേ സാധനം അപ്പുറത്ത് നമുക്ക് ഒരുപാട് ഗെയിംസിലോ കളിക്കാൻ പറ്റുമെന്നല്ല കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് എന്ത് ചെറിയ ക്ലാസ്സിലാണ് നമുക്ക് മെയിൻ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. ഓക്കെ, ഇനി വേറൊരു സാധനം കാണിച്ചുതരാം. അൺജമ്പിൾ ഞാൻ പറഞ്ഞ പോലെ. ഇനി എന്താണ് ബലൂൺ മോപ്പ് എന്ന സംഭവമുണ്ട്. ബലൂൺ മോപ്പ് ഇത് ഒരു പക്ഷെ എന്താണ് ഞാൻ നിങ്ങളുടെ പിന്നെ ഇതിൽ വിട്ടുതരാം. എന്തിൽ വിടുന്നു? ഗൂഗിൾ മീറ്റിന്റെ ലിങ്കിൽ അയക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കി നോക്കൂ നിങ്ങൾ അടുത്ത. ഞാൻ വ്യത്യസ്തമായ ഗെയിംസിന്റെ രീതികൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രം കേട്ടോ. ഇതിൽ നമുക്ക് ഏതൊക്കെ സാധനങ്ങൾ വ്യത്യസ്തമായ രീതികൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതികൾ ഉണ്ടെന്നുള്ള സംഗതി മാത്രമാണ്. ഇനി ബാക്കിക്ക് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിലും ചെയ്തു വെച്ചത് ഒത്തിരി എന്തുണ്ട് ഇതിലുണ്ട് ആക്ച്വലി. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഫ്രീ ക്ലാസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എന്തായാലും ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ബലൂൺ മോപ്പ് എന്ന് പറയുന്ന ഒരു വേറെ മെത്തേഡാണ്. നോക്കാം ബലൂൺ പോപ്പ് എന്ന് പറയുന്നത് സംഗതി എങ്ങനെയാണ് നോക്കട്ടോ. ഇതൊക്കെ എഡിറ്റബിൾ കണ്ടന്റ് ആണ്.
ഓക്കെ, ഇതാ നോക്കാം. ഇത് ഇംഗ്ലീഷിൽ ചെയ്യാം, മലയാളത്തിൽ ചെയ്യാം, ഒക്കെ ചെയ്യാട്ടോ. ഇതിപ്പം ഒരു ചോദ്യം ഇവിടെ ഉണ്ട്, അതിന്റെ ആൻസർ മുകളിൽ നിന്ന് വരും. അത് നമ്മൾ എന്ത് ചെയ്യാം, ഇതൊക്കെ ഗെയിമിഫിക്കേഷൻ രീതി ചെയ്യാൻ പറ്റും. അപ്പൊ 7 3 അതിന്റെ ആൻസർ എത്രയാണ് വേണമെന്നാ. അപ്പൊ 3 കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും. അപ്പൊ അത് തെറ്റില്ല. 21 ആയിരിക്കും കറക്റ്റ്. അതിന്റെ ഉള്ളിലെത്തിയ പോയിന്റ് കേട്ടോ. യെസ്, പോയിന്റ് ആണ്. ഓക്കെ, ലെവൽ 1 കംപ്ലീറ്റ്. അപ്പൊ ഇതൊരു ഗെയിമിഫിക്കേഷൻ രീതിയിൽ എന്ത് ചെയ്യാണ്, നമുക്ക് പോയിന്റ് ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോ എന്താണ്, ഇതൊക്കെ ക്ലാസ്സിൽ കുട്ടികൾക്ക് രസമായിട്ട് കൊടുക്കാൻ പറ്റും. മാത്സ് ഒക്കെ ആണെങ്കിൽ 6 3 എത്രയാണ് അതിന്റെ ആൻസർ? 3 വരില്ല. യെസ്, പോയി തട്ടിമുട്ടിപ്പോയി. അതിനുള്ളിൽ പെടുമ്പോഴാണ് അതിന് മാർക്ക് കിട്ടുക. മുകളിൽ എത്തുമ്പോൾ കൊടുക്കുക. യെസ്, പോയിന്റ് കിട്ടി. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം, മുകളിൽ നമുക്ക് പിന്നെ 3 1 എത്രയാണ്? ഓക്കെ, അപ്പൊ ആ ലെവൽ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ വേറെ പല മോഡലിൽ ആ സാധനം വരുന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു അവിടെ റൈറ്റ് സൈഡിൽ ബലൂൺ മാപ്പാണ് മെയിൻ ആയി കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ രസകരമായി ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഈ ബോഗിയിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 3 ക്വസ്റ്റ്യൻ സ്പീഡ് കൂടും. ഫസ്റ്റിൽ 1 ഉണ്ടാവും, പിന്നെ 2 ഉണ്ടാവും, പിന്നെ 3 ഉണ്ടാവും. ലെവൽ 3 ആണത്. ലെവൽ 3 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ റേഞ്ചിലും 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ആക്കിയിട്ട് അവസാനം ഉണ്ട്. അപ്പൊ ഇത് ബലൂൺ മോപ്പ് എന്നാണ് ഈ ഒരു ഗെയിമിന് പറയാം. ഇതൊക്കെ കുട്ടികൾക്ക് ഗെയിമിഫിക്കേഷനിലൂടെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന സാധനം. ഇതേ സാധനത്തിൽ മാച്ചപ്പ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇത് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുകയും എന്താണ്, ഇതേ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ സെയിം ആണ്. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഗെയിംസ് ആണ് ഇതിൽ വരുന്ന വേറെ മാച്ചപ്പ് എന്ന സാധനം. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ, നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണത്. പക്ഷെ ആ ക്വസ്റ്റ്യൻ വീണ്ടും എന്താണ്, പല രൂപത്തിൽ നമുക്ക് ചെയ്യിപ്പിക്കുകയാണെന്നുള്ളതാണ്. ഇനി ഫൈൻഡ് ദ മാച്ച് ഉണ്ട് ഇതിൽ. ഓക്കെ, ഫൈൻഡ് ദ മാച്ച് ഉണ്ട് എന്നുള്ളതാണ് അടുത്തത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഇന്ന് ചെയ്തേ മതിയാവും കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്ത് ക്ലാസ്സിന് മുമ്പായിട്ട് അയക്കണം. ഞാൻ 10 മിനിറ്റ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരു 5 ക്വസ്റ്റ്യൻ വെച്ച് 3 × 2, അപ്പോ ഏതാണ് 6. ഓക്കെ, യെസ്, ഇത് നിങ്ങൾക്ക് ഏത് വിഷയവും കൊടുക്കട്ടെ. ഇതിലിപ്പം ബയോളജിക്കാർക്കോ സോഷ്യോളജിക്കാർക്കോ ആർക്കും കൊടുക്കാം. ഈ ഓപ്ഷന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്താ മതി, പിന്നെ വ്യത്യസ്തമായ ഓപ്ഷൻ കൊടുക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, പിന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി വരുന്നു. ക്വിസ് ഉണ്ട്, മാച്ചിങ് പേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നേരത്തെ നമുക്ക് 4 കിട്ടിയിട്ടുള്ളൂ, ഇതിൽ 5 ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ തെളിഞ്ഞു വരുന്നതാണ്. അപ്പൊ ഇതാണ് ഒരു മോഡല്. ഇത് കംപ്ലീറ്റ് ആയോ? നിങ്ങളത് മാത്സ് ടീച്ചറാണോ? ഓക്കെ, വെറുതല്ല. യെസ്, അപ്പൊ കുറച്ചുകൂടി രസമായിട്ട് സാധനം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അനഗ്രഹം നമ്മളത് പറഞ്ഞു. ഇനി വേറൊരു മോഡലാണ് പിന്നെ വോക്കെ മോഡൽ സംഗതി. ഇത് പിന്നെ മാത്സിനൊക്കെ പറ്റുന്ന മോഡൽ തന്നെയാണ്. ഇംഗ്ലീഷിനും പറ്റും, ലാംഗ്വേജിനൊക്കെ പറ്റും, ഇതിനും പറ്റും. ഓക്കെ, ഇനി അടുത്ത് വേറൊരു മോഡലാണ് വോക്കെ മോഡൽ എന്നുള്ളത്. നോക്കാം നമുക്ക്. ഇതെന്താ ഇംഗ്ലീഷ് ആയിരിക്കും മാത്സ് ആയിരിക്കും മാത്രമേ എല്ലാം ചോദിക്കട്ടോ. എല്ലാവർക്കുള്ള സംഗതികൾ ഇതിലുണ്ട്. ഞാൻ ജസ്റ്റ് അത് മാത്രം നോക്കിയിട്ടുള്ളതുകൊണ്ടാണ്. സയൻസിന് പറ്റിയതൊക്കെ ഇതിലുണ്ട്. മലയാളത്തിന്റെ ഉള്ളത്, അറബിന്റെ ഇതുണ്ട്. ഇതിൽ അറബി ടീച്ചേഴ്സ് ഉണ്ടതില്ലേ? അറബി ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവുന്നില്ല അല്ലെ? ഓക്കെ, ഇതിൽ കറക്റ്റ് ആയ മാത്രം നമ്മൾ ടിക്ക് കൊടുക്കുന്നില്ല കേട്ടോ. 9 3 27. ഓക്കെ, യെസ്, കറക്റ്റ് ആയത് മാത്രം കൊടുക്കുക. കറക്റ്റ് അല്ലെങ്കിൽ കൊടുക്കരുത്. അത് കറക്റ്റ് ആണ്. കറക്റ്റ് തെറ്റ് വന്നാൽ ഓക്കെ, പോയി. 3 ആൻസർ ഉണ്ടാവുള്ളൂ. അപ്പൊ എത്രണ്ണം കറക്റ്റായി കിട്ടുമെന്ന് പോയിന്റ് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, 2 തെറ്റിയിട്ടുണ്ട്. ഇതൊരു വേറൊരു ഗെയിമാണത്. ഇങ്ങനെ എന്താണെന്നും പിന്നെ കറക്റ്റായി വരുന്നത് ഒന്നും പെട്ടെന്ന് വരും. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. സ്പീഡ് കൂടും, പിന്നെ റേഞ്ച് കൂടുമ്പോൾ സ്പീഡ് കൂടും. ഓക്കെ, അപ്പം അത് കറക്റ്റ് ആയത് മാത്രം വ്യത്യസ്തമായി ചെയ്ത് വെക്കുന്നത്. ഇതേ സാധനം തന്നെ അപ്പുറത്ത് വരുന്നുണ്ട്. അനഗ്രാം വരുന്നുണ്ട്, ഇതിന്റെ അഞ്ചമ്പിൾ വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതേ സാധനം അഞ്ചമ്പിളിലും അനഗ്രാമിലൊക്കെ വരുന്നുണ്ട്. മാത്സിന് എങ്ങനെ അനഗ്രാം ചെയ്ത് നോക്കാം. നിങ്ങൾ ടൈം പഠിച്ചാൽ മതി. ഈ വ്യത്യസ്തമായ ഗെയിമിംഗ് ടൂളിന്റെ ആ പേരുകൾ ജസ്റ്റ് പഠിച്ചേക്കുന്നതാണ്. അപ്പോൾ അഞ്ചമ്പിൾ വന്നിട്ടുണ്ട്. 4 × 12. ഇതെങ്ങനെ കറക്റ്റ് ആക്കുക? മാത്സ് ടീച്ചറാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം, എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ആയിട്ടില്ല, എപ്പോഴും ആയിട്ടില്ല. ഓക്കെ, എപ്പോഴും ആയിട്ടില്ല. അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് സംഗതി സെറ്റായി. 4 × 3 12 ആയില്ലേ? ഇല്ലേ? എന്നാ 3 പുട്ടോക്കാം. കറക്റ്റായി. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ആൻസർ ഇവിടെ സാധനം ഉണ്ട്. ഇതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നല്ലൊരു സാധനമാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് എന്താക്കാൻ പറ്റും, നിങ്ങളുടെ പിന്നെ
ഏത് ക്വസ്റ്റ്യൻ നമുക്ക് എന്താക്കാൻ പറ്റും, ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഇനി അനഗ്രാം നമുക്ക് നോക്കി നോക്കാം. അനഗ്രാം നേരത്തെ പറയുന്നത് സ്പെല്ലിംഗ് കറക്ഷൻസ് വേണ്ടിയിട്ട് സംഭവമാണുള്ളത്. മാത്സിലും ഈ സാധനം പറ്റുമെന്നുള്ളതാണ്. എങ്ങനെയെന്നല്ല നോക്കാം നമുക്ക്. 3 × 4 × 21 ഉണ്ട്. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്താ ചെയ്യാം, നമ്മൾ ഡ്രാഗ് ചെയ്തതിൽ എണ്ണേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഇതിലൊന്നും ഇത് സ്പെല്ലിങ്ങിനാണ് ഒന്നുകൂടി ഇത് നല്ല എഫക്റ്റീവ് ആയി കിട്ടുക. ഓക്കെ, 21 12 ഓക്കെ, തെറ്റിയിട്ടുണ്ട്, 12. ഓക്കെ, ആൻസർ നമുക്ക് എന്തായാലും കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ. പിന്നെ സ്പിൻ ദ വീൽ ഉണ്ട്, ക്വിസ് നോർമൽ ഉള്ള തന്നെയാണ്. ഓക്കെ, ഇതിൽ കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അനഗ്രാം, ജംബിൾ, ക്വിസ്, സ്പിൻ ദ വീൽ, ഇതൊക്കെ നിങ്ങൾക്ക് പറ്റാവുന്ന സാധനങ്ങളാണ്. ഈ സ്പീക്കിംഗ് കാർഡും ഓപ്പൺ ദി ബോക്സ് മാക്സിമം ഉപയോഗിക്കണമെന്നില്ല, അത് കുറച്ച് ഇടങ്ങാറായിരിക്കും പൊതുവെ. അപ്പൊ ഇതിന് വ്യത്യസ്തമായ ടൂളുകൾ ജസ്റ്റ് ഇതിന്റെ ഈ വേർഡ് പോലെയുള്ള ഗെയിമിംഗ് ടൂള് ജസ്റ്റ് പരിചയപ്പെടുത്തി എന്ന് മാത്രം കേട്ടോ. ഓക്കെ, ഇനി വേറെ ചെറിയ ക്ലാസ് ഒക്കെ ആണെങ്കിൽ, ചെറിയ 1, 2 ആണെങ്കിൽ പഠിപ്പിക്കാൻ നമുക്കൊന്നുകൂടി ഒരു പസിൽ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വേറെ ഗെയിമാണ്. ലെറ്റർ ഗെയിം ഒക്കെ ഉണ്ട്. ലെറ്റർ ഗെയിം ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു പിന്നെ ഇതൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഒരു ചെറിയ ക്ലാസ്സിലെ കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. കളിക്കുടുക്കയിലും ഒക്കെ കാണുന്ന സംഭവമാണ് എന്ത് ഈ കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പൊ രാജുവിന് പിന്നെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗെയിംസ് ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അതേപോലുള്ള ഒരു ചലഞ്ച് പോലെ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ആൻസറിലേക്ക് എത്തിക്കുന്ന ഒരു സാധനമാണത്. ഓക്കെ, അപ്പൊ ഇതിൽ എഫ് വെച്ച ലെറ്റർ എന്താണ് കണ്ടെത്തുന്നതാണ് ടാസ്ക് കേട്ടോ. ഓക്കെ, നമുക്ക് വഴി കാണിക്കണം. ഓക്കെ, ചെറിയ ക്ലാസ്സിലെ കുട്ടിയൊക്കെ കൊടുക്കാം. ഇതിനുള്ളിലും കുറെ ശത്രുക്കളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ആരംഭിക്കുകയാണ്. ഓക്കെ, അവിടെ തെറ്റേ പോയിന്റ് പോയി. ഓക്കെ, ഒരു ചെറിയ ക്ലാസ്സിലൊക്കെ പറ്റുന്ന സംഭവം കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ തട്ടാതെ മുട്ടാതെ വേണം നേരെ എത്തണം. ഓക്കെ ഓക്കെ, യെസ്, 0.80. ഇനി ഇത് ചെറിയ ക്ലാസ്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലല്ല, ഇതൊക്കെ വ്യത്യസ്തമായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പറ്റാവുന്നേ ഉണ്ടാവുള്ളൂ. ഗെയിം കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതൊരു മോഡലാണ്. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ അപ്ലിക്കബിൾ പറ്റും. അതൊക്കെ ഇതിൽ എഴുതി കളിക്കുന്നില്ല. അപ്പൊ ലെറ്റർ കണ്ടെത്താൻ, ലെറ്റർ സ്റ്റഡിക്കൊക്കെ വേണ്ടി മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സംഭവമാണിത്. എന്താണിത്, എഫ് ആണ്. അപ്പൊ എഫ് വെച്ചിട്ടുള്ള നമുക്ക് ഇനി നമ്മൾ ജയിച്ചിട്ടേ ഉള്ളൂ, തോൽക്കുന്ന എങ്ങനെ കാണിക്കാം. ഓക്കെ, തോറ്റു, ഫൈൽഡ് ആയിപ്പോയി നമ്മള്. അപ്പൊ നമുക്ക് 3 ചാൻസ് ഉണ്ടാവുള്ളൂ, നമ്മൾ അങ്ങനെ എന്താണ് തോൽക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സംഗതിയാണ്. ഇതിലും ക്വിസ് ഉണ്ട്, ഫ്ലാഷ് കാർഡ് ഉണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ക്വിസ് ഒക്കെ എല്ലാത്തിലും ഉണ്ടാവുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് വ്യത്യസ്തമായ മോഡലുകൾ. അപ്പൊ 50 ആകുമ്പോൾ തോന്നുന്നു. ഞാൻ കുറച്ച് മെയിൻ ആയിട്ടുള്ള ടീച്ചേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് മോഡൽസ് ഒക്കെ ജസ്റ്റ് പറഞ്ഞു തന്നു ഞാൻ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ക്വിസിംഗ് സംവിധാനത്തിലൂടെ ഒരുപാട് ഗെയിംസ് പറഞ്ഞു തന്നു, പസിൽസ് പറഞ്ഞു. പിന്നെ ട്രെയിന് നമ്മൾ പഠിച്ചില്ലല്ലോ. ട്രെയിന് ഒരു വേർഡിന്റെ ആണ് ട്രെയിൻ കേട്ടോ. ട്രെയിൻ സിസ്റ്റം ഉണ്ട്, ട്രെയിൻ ഉണ്ട്. എങ്ങനെയാണ് ട്രെയിനിന്റെ സാധനം വരുന്നത് നോക്കാം. ഇത് കുറച്ച് വലിയ ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റുന്ന, ചെറിയ ക്ലാസ്സിനും പറ്റും. ഈ ഒരു സംഗതി, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് വലിയ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ ഒരു വേർഡുകളെ പഠിച്ചിട്ടുണ്ട്. ആ വേർഡ് അതിന് മീനിങ്ങുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ്. ഓക്കെ, വേർഡ് അതിന് മീനിങ് കുറച്ച് വലിയ ക്ലാസ്സിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഓക്കെ, ചെറിയ ക്ലാസ്സിനും പറ്റും, അത് നമ്മളകത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗെറ്റ് എ ഡിഫൈൻഡ് യൂണിറ്റ് ഓർ യൂണിറ്റ് സേഫ്റ്റി എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ മീനിങ് വരുന്ന സംഗതി എന്താന്നുള്ളതാണ്. ഓക്കെ, അത് കൊടുക്കുന്നുള്ളതാണ്. അതിനുള്ള വന്നാലേ മാർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ, ലെവൽ 1 ആയിരുന്നു, ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു വേർഡ് അതിന്റെ മീനിങ് ആണ് താഴെ പോകുന്നത്. ആ മീനിങ്ങിന്റെ വേർഡ് നിങ്ങൾ എന്ത് ചെയ്യാൻ കണ്ടെത്തുക. ടു ക്യാച്ച് ഓർ ഇലേഡ് ആൻ ഓപ്പണന്റ് എന്നുള്ളതാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് ടു എക്സ്പ്ലോർ ഗെയിംസ് കോമ്പൈൻഡ് വിത്ത് കമ്പിനേഷൻ ഗെയിം എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, നമ്മള് എന്തായാലും ഇത് നിങ്ങൾക്ക് വേർഡുകളാവാൻ നേരത്തെ നമ്മൾ മാത്തമാറ്റിക്സ് ഉപയോഗപ്പെടുത്തിയിരുന്നതിൽ. അപ്പൊ നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ ചെയ്ത് നോക്കാം. സയൻസിനും സോഷ്യലിനും ഒക്കെ അതിൽ പറ്റും. താഴെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്ന ആൻസർ മുകളിലും കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ സെയിം ആകെ 5 ക്വസ്റ്റ്യൻ അങ്ങനെ ഉള്ളൂ, പക്ഷെ അതന്നെ ആവർത്തിച്ചുകൊണ്ട് വരുന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആകെ 5 ക്വസ്റ്റ്യൻ ഉള്ളത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയെന്ന് മാത്രം. ഓക്കെ, അപ്പൊ അതിന്റെ പറയുന്ന പേര് എന്താണ്, മാച്ചപ്പ് എന്നാണ്. മാച്ചപ്പ് എന്നാണ് അതിന്റെ പറയുന്ന പേര് കേട്ടോ. അല്ല, ഇനി അടുത്ത് വരാൻ ബലൂൺ മോപ്പം കഴിഞ്ഞു. ഇനി മാച്ചപ്പ് ആണ്. ഇത് എന്ത് ചെയ്യണം, നേരെ ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി. ഏതാണെന്നുള്ളത് നേരെ ഇട്ടുകൊടുക്കുക. ലാസ്റ്റ് ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എന്താ ആ വിഷയത്തെ തറവാക്കുക എന്നുള്ളതാണ്.
ഓക്കെ, ഇത് മാത്സ് ആവാം, സോഷ്യൽ ആവാം, എന്തോ ഏത് വിഷയത്തിനും പറ്റുന്നതാണ്. ലാസ്റ്റ് സബ്മിറ്റ് ആൻസർ കൊടുത്താൽ എത്ര കറക്റ്റ് ആയിട്ടുണ്ട്, എത്ര കറക്റ്റ് അല്ല എന്നുള്ള സാധനം നമുക്ക് കിട്ടും. ഓക്കെ, ഒന്നും കറക്റ്റ് അല്ല. ഓക്കെ, കിസിന്റെ എല്ലാത്തിനും ഉണ്ട്, ഫൈൻഡ് ദ മാച്ച് ഉണ്ട്, ഇതൊക്കെ ഇതിൽ പെട്ടത് തന്നെയാണ്. എന്തായാലും ഞാൻ തന്നെ ഇതിന്റെ ലിങ്ക്, എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് എന്താകുന്നുണ്ട് നിങ്ങളുടെ വാട്സപ്പിൽ എല്ലാത്തിന്റെയും ഞാൻ ഒരുമിച്ച് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൂള് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാം, അയക്കാം. ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് എന്താക്കുന്നുണ്ട്, അയക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു സംഗതി നിങ്ങൾ പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യാം, അയച്ചുതരാം. ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സാധനം വെച്ച് നമുക്ക് എല്ലാവരും ഗെയിം ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇതിലേക്ക് അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഇതിലേക്ക് ബാച്ച് 2ലേക്ക് അയച്ചിട്ടുണ്ട്. ഈ ബാച്ച് 1ലേക്ക് ഞാൻ അയക്കുന്നു. ഒറ്റ മിനിറ്റ്. ഓക്കെ, അതൊരു എഡിറ്റബിൾ ആയിട്ടുള്ള സംഗതിയാണത്. ഓക്കെ, അയച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഗതി വെച്ച് നമ്മൾ എല്ലാവരും ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സമയം കൂടുതൽ വേണ്ട, ഒരു 3 ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് മതി. ഇതിൽ ഏതെങ്കിലും ഗെയിം ഉപയോഗിക്കാൻ പറ്റും. ആർക്കെങ്കിലും എഡിറ്റ് കണ്ടന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും ജസ്റ്റ് അയച്ചതില് പിന്നെ നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ഞാൻ പറയുന്നത് വെച്ചാല് ആ ലെറ്റർ ഇമേജ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാം. മലയാളം ലെറ്റർ ഇമേജ് ഒക്കെ വേണമെങ്കിൽ ഉപയോഗിച്ചു നോക്കാം. നിങ്ങൾക്ക് മലയാളത്തിന് വരെ ഹിന്ദിയോ ഇംഗ്ലീഷോ, നിങ്ങൾക്ക് ഇനിയിപ്പം സോഷ്യൽക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം, അവിടെ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പുറത്ത് കൊടുക്കാം. ഏതായാലും ഈ അഞ്ചമ്പിൾ കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല. അപ്പം ഇതിലേതെങ്കിലും ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് പോയി നോക്കുക. ആർക്കെങ്കിലും എഡിറ്റ് ചെയ്യാനോ കോപ്പി ചെയ്യാനോ പറ്റുന്നുണ്ടോ? ആർക്കും പറ്റുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ക്രിയേറ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവുക. ഓക്കെ, ക്രിയേറ്റ് ആക്ടിവിറ്റിയിലേക്ക് പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറെ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ടാവും. അനഗ്രാം വരുന്നുണ്ട്, സ്പിൻ ദ വീൽ വരുന്നുണ്ട്. ഇത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. ക്രിയേറ്റ് ആക്ടിവിറ്റി കാണുന്നുണ്ടോ? ക്രിയേറ്റ് ആക്ടിവിറ്റി കാണുന്നുണ്ടോ? കൊടുത്തു ഞാൻ നിങ്ങൾക്ക് താഴെ കുറെ ഓപ്ഷൻ, അനഗ്രാം, സ്പിൻ ദ വീൽ, ഓപ്പൺ ദി ബോക്സ്. എനിക്ക് അഞ്ചമ്പിൾ ഇംഗ്ലീഷുകാരന് പറ്റും, മലയാളക്കാർക്ക് പറ്റും, ലാംഗ്വേജർക്ക് പറ്റും. ഓക്കെ, മാത്സിനും പറ്റും നമ്മൾ തെളിയിച്ചു. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കും. ഇംഗ്ലീഷുകാർക്ക് വളരെ ഫിറ്റ് സംഭവം അനഗ്രാം പറ്റും. സ്പിൻ ദ വീലൊക്കെ പിന്നെ ഓട്ടോമാറ്റിക്കായി വരും നമുക്ക്. ഓക്കെ, എല്ലാവർക്കും സ്വന്തം ഉപയോഗിച്ച് നോക്കും ഒന്ന്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയ ശേഷം ഒന്ന് ഇതെങ്ങനെ ഉണ്ടാവാ, ടെംപ്ലേറ്റ്സ് എങ്ങനെ ഉണ്ടാവാന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. കംപ്ലീറ്റ് സെന്റൻസ് എന്നൊരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില് കാണിക്കുന്നുണ്ട് എങ്ങനെയാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാന്നുള്ളത്. അപ്പൊ ഇതേ രീതിയിൽ വെച്ചിട്ട് ആരാണോ ഫസ്റ്റ് ഒരു പെട്ടെന്ന് ക്വസ്റ്റ്യൻ തയ്യാറാക്കി അയക്കുന്നത് നോക്കട്ടെ, അത് വെച്ച് നമ്മൾ ചെയ്ത് നോക്കും. 5 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഉണ്ടായാൽ മതി. പിക്ചർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഒക്കെ ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത് കാണിച്ചേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യേണ്ടത് കാണിച്ചേണ്ട ആവശ്യമുണ്ടോ? വേണ്ടല്ലോ, വേണ്ട. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാവുന്നേ ഉണ്ടാവുള്ളൂ. അത് തന്നെ ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻ ഇത് നമ്മളൊന്ന് ഏത് മോഡലും നമുക്ക് ചെയ്തിടാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് നോക്കാം. ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും പെട്ടെന്ന് നോക്കട്ടെ ആരാണ് ഫസ്റ്റ് ആയിട്ട് അയക്കുന്നത് നോക്കട്ടെ. ആരാണ് വീട് വാള് അയക്കുന്നത് നോക്കട്ടെ കേട്ടോ. ആരാ ആബിദ മേത്ത്, ഹാജര മേത്തൊന്നും ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഹാജരയ്ക്ക് ഇപ്പൊ ഓപ്പൺ ആവുന്നുണ്ടോ? അതിലൂടെ കാണിക്കുന്നുണ്ട് യു ഹാവ് റീച്ച്ഡ് ദ ലിമിറ്റ് ഓഫ് ദി നമ്പർ ഓഫ് റിസോഴ്സസ് യു ക്യാൻ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ്. എനിക്ക് തോന്നുന്നു ഹാജര ഓൾറെഡി മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തോന്നുന്നു കുറെ. ഹാജരയുടെ ഈ ഭാഗം ഓപ്പൺ ആവുന്നുണ്ടോ? ഇപ്പൊ ഓപ്പൺ ആയോ? ഈ നിങ്ങൾ മൈ ആക്ടിവിറ്റീസ് എന്ന സംഗതി ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് അന്ന് സ്ക്രീൻഷോട്ട് അയച്ചേ. ഇവിടെ ഈ ക്രിയേറ്റ് ആക്ടിവിറ്റി, മൈ റിസൾട്ട്, മൈ ആക്ടിവിറ്റി ഈ മൈ ആക്ടിവിറ്റിയുടെ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചേ. അവിടെ നമ്മൾ ചെയ്തിട്ട് സംഗതികളൊക്കെ അവിടെ കാണാൻ പറ്റും. അവിടെ നമുക്കൊരു കണക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, അത് കിട്ടില്ല. അതുകൊണ്ടാണ്
നിങ്ങൾ മൈ ആക്ടിവിറ്റീസ് എന്നുള്ള ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ വേറെ ഒന്ന് സൈൻ ഇൻ ചെയ്തിട്ട് നോക്കണം കേട്ടോ ഒന്ന്. ഓക്കെ, ആരും ഇതുവരെ അയച്ചിട്ടില്ല കേട്ടോ, ആരും ഇതുവരെ അയച്ചിട്ടില്ല. ആർക്കാണ്? ആബിദല്ലേ? ആബിദേക്കും പറ്റുന്നില്ല. ക്രിയേറ്റ് ആക്ടിവിറ്റി പോയോ? ക്രിയേറ്റ് ആക്ടിവിറ്റി പോയില്ലേ? നിങ്ങള് എങ്ങനെ നിങ്ങളിപ്പോ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ ഓക്കെ, അപ്പൊ നിങ്ങൾ മുമ്പ് ചെയ്ത് വെച്ച ഏതെങ്കിലും ഒരെണ്ണം അയച്ചാലും മതി. ജസ്റ്റ് നോക്കട്ടെ, നിങ്ങൾ മുമ്പ് ചെയ്ത് വെച്ച അതെ ആരാണ് ഫസ്റ്റ്? സഫയാണ് ഫസ്റ്റ് അയച്ചിട്ടുള്ളത്. സഫ അയച്ചിട്ടുള്ളത് നോക്കാം ജസ്റ്റ് ഒന്ന്. ഓക്കെ, സഫ നോക്കിയിട്ടുണ്ട്, ഒരെണ്ണം അയച്ചിട്ടുണ്ട്. ആ ഓക്കെ, വാട്ട് ഈസ് ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് സഫ. സഫയുടെ ആ സംഗതിയിൽ നമുക്ക് എന്താണ് ആക്ച്വലി പിന്നെ ഇത് നല്ലൊരു സംഗതിയാണ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സഫയുടെ സംഗതി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് താഴെ പോയിന്റ് ഒക്കെ ചേർക്കാൻ പറ്റുന്ന സംഗതിയാണ് അത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ. എത്ര ആൾക്ക് ചെയ്യാൻ പറ്റും ഷെയർ ചെയ്തിട്ടില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഹോം ടാസ്ക് വരുമ്പോൾ ചെയ്യുന്നില്ല പലരും, ആകെ 4-5 ചെയ്യുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇവിടെ തന്നെ ഓക്കെ. ആ അവര് ചെയ്തിട്ടുണ്ട്. ഹാജര ചെയ്തിട്ടുണ്ട് മുമ്പ്. ഹാജര മുമ്പ് ചെയ്തുകൊണ്ടാണ് അതെന്താക്കാൻ പറ്റാത്തത്. പിന്നെ ഹാജര എന്നുള്ളതാണ് യെസ്, ഹാജര മുമ്പ് ചെയ്തതുകൊണ്ടാണ് ഹാജരയുടെ ലിമിറ്റ് കഴിഞ്ഞെന്ന് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സംഗതി. ഓക്കെ, നിങ്ങൾ ഇനി വേറെ മെയിൽ ഐ ഡി പോയിട്ട് ഇതിന് ലോഗ് ഔട്ട് ആവുക. എന്നിട്ട് വേറെ ഫോണിൽ വേറെ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതാണ് സൈൻ ചെയ്താൽ മതി. അപ്പൊ ഇതിൽ 3 ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ, ഇതിൽ 3 ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ 3 ചെയ്ത് വെച്ചേതെങ്കിലും ഒരെണ്ണം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ. ഇതിന് എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ടൈറ്റിൽ കൊടുത്തിട്ടില്ല, എന്താണ് ടൈറ്റിൽ കൊടുത്തിട്ടില്ല, ഇത് ഒക്കെ പ്രൈവറ്റ് ആണ്, പബ്ലിക് ആക്കണം. ഓക്കെ, ഒക്കെ പ്രൈവറ്റ്, അത് ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പബ്ലിക് ആക്കി ഒരു ടൈറ്റിൽ കൊടുത്ത് പെട്ടെന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ. ഓക്കെ, യെസ്. നിങ്ങൾ അനഗ്രാം ചെയ്തിട്ടുണ്ടല്ലോ, വെരി ഗുഡ്. ഓക്കെ, ആരാണ് വേറെ? ഷിഹാബ് തന്നെ നേരത്തെ ആബിദ ഷിഹാബ് അല്ലേ? രണ്ടാബിദ ഓക്കെ, നിങ്ങളൊക്കെ ചെയ്ത് എനിക്ക് വന്നത് പിന്നെ എന്താണ് ക്വിസാണ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ക്വിസ് എല്ലാത്തിലും കിട്ടുന്ന ഒരു സംഭവമാണ്, എല്ലാത്തിലും കിട്ടുന്ന ഒരു സംഗതിയാണ് ക്വിസ് എന്നുള്ളത്. ഓക്കെ, എന്തായാലും വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിൽ നമുക്ക് സെറ്റ് അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മുടെ പേരൊക്കെ അതിൽ കാണും ചെയ്യും കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരെ പെട്ടെന്ന് ചെയ്യണേ, പെട്ടെന്ന് ചെയ്യണം. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. സെറ്റാണ്. അപ്പൊ പിന്നെ യെസ്, പിന്നെ ആരും അനഗ്രാം അയച്ചിട്ടുണ്ടല്ലോ, അനഗ്രാം മോഡല് ഷിഫ്ന എല്ലാരും മാത്സിലാണോ? ഷിഫ്ന ഇംഗ്ലീഷാണ് ടീച്ചറെ? ഷിഫ്ന ഇംഗ്ലീഷാണോ? ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് എടുക്കുന്ന ഫിറ്റായ സംഭവമാണ് എന്ത് പിന്നെ അനഗ്രാം എന്നുള്ളത്. ഇത് വലിയ വലിയ വീടുകളാണല്ലോ ഷിഫ്ന. ഓക്കെ, സക്സസ് അല്ലേ രണ്ടാമത്തെ? ഓക്കെ ഓക്കെ ഓക്കെ, യെസ് 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 യെസ്, കുഴപ്പമില്ല എന്തായാലും. ഓക്കെ, വെരി ഗുഡ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ.
അപ്പൊ ഇതുപോലെ നല്ല സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ വേർഡുകൾ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിനു എന്നുള്ള ആളെന്താ ചെയ്തിട്ടുള്ളത്? അനഗ്രാം ആൾ ഉപയോഗപ്പെടുത്തിയത്. റിനു എന്നുള്ള ആളും ഇംഗ്ലീഷാണോ അല്ലെ? റിനു ഇംഗ്ലീഷാണോ? റിനു എന്നുള്ള പേരിലുള്ള ആൾ ഇംഗ്ലീഷാണോ? റിപ്ലൈ തന്നിട്ടില്ല. ഹലോ, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം പിന്നെ വ്യത്യസ്തമായ സംഗതികളുണ്ട്. എനിക്കൊന്ന് ബാച്ച് 1 3 പേര് അയച്ചിട്ടുണ്ട്. ബാച്ച് 2 ആരും അയച്ചിട്ടില്ല കേട്ടോ. ബാച്ച് 2 എനിക്കൊന്ന് സഫ മാത്രമേ അയച്ചിട്ടുള്ളൂ. ഇന്നലെ എനിക്ക് തോന്നുന്നു ബാച്ച് 2 ആളുകളാണ് കാര്യമായിട്ട് അയച്ചത്. ഇന്നലെ ബാച്ച് 2 ആൾക്കാരാണ് അയച്ചിട്ടുള്ളത് ഹോംവർക്ക്. പക്ഷെ ഇവിടെ ബാച്ച് പിന്നെ 1 ആൾക്കാരാണ് 3 അയച്ചിട്ടുള്ളത്. എനിവേ, എന്തായാലും ഞാൻ നിങ്ങൾ പിന്നെ ഹോംവർക്ക് തരുമ്പോൾ മാക്സിമം ആൾക്കാർ ചെയ്യാത്തതോടാണ് ഇവിടുന്ന് പെട്ടെന്ന് ചെയ്യിപ്പിച്ചത്. എനിവേ, ഇത്രയുള്ള സംഗതി. അപ്പൊ നിങ്ങൾ ചെയ്യുന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇനിയിപ്പോ ഇതൊക്കെ ക്ലാസ്സിൽ പോയി ചെയ്യുമ്പോൾ നിങ്ങൾ എന്താക്കിയാൽ മതി, ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നേരെ വേർഡ് നടിക്കുന്നു. വേർഡ് നടിച്ചിട്ട് ഇംഗ്ലീഷാണോ അറബിയാണോ മലയാളം എന്തോ വേണ്ട വെച്ചാൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അറബിക് ലെറ്റേഴ്സ് അറബിക് ലെറ്റേഴ്സിൽ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് അതൊക്കെ കിട്ടും. ഓക്കെ, ഇംഗ്ലീഷ്. ഇനിയിപ്പോൾ നമുക്ക് സോഷ്യൽ അടിച്ചു നോക്കാം, അല്ലെങ്കിൽ ബയോളജി അടിച്ചു നോക്കാം, അല്ലെങ്കിൽ ആനിമൽ സയൻസ് അടിച്ചു നോക്കാം. ആനിമൽ സയൻസ് എന്നൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതുമായി ബന്ധപ്പെട്ട സംഗതികൾ അതിൽ വരുമെന്നുള്ളതാണ്. ഓക്കെ, ഇതാണല്ല ഞാൻ എന്താണ് വേണ്ടത് അടിച്ചു കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സയൻസിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വന്നു. ഓക്കെ, അതിപ്പോ ബയോളജിക്കാർക്ക് പറ്റും. എല്ലാ വിഷയത്തിന്റെ അവിടെ ഉണ്ട്. ഇത് ഫാം ആനിമൽസ് ആണോ അല്ലെങ്കിൽ ഇതാണോ എന്നൊക്കെയുള്ള കാണിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണോ ഓൾറെഡി ഇഷ്ടം നിങ്ങളെ ഈ പിന്നെ വൃക്കോ ഹാർട്ടൊക്കെ കൊടുത്തുള്ള സംഭവം, ഹാർട്ടിന്റെ എന്താണ് ഇത് പഠിപ്പിക്കുകയാണ് നമ്മൾ. ഓരോ അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടാൻ പറ്റും നോക്കാം. ബയോളജി ടീച്ചറൊക്കെ ഇതിലുണ്ടല്ലോ അല്ലെ? ആരാ ബയോളജി ടീച്ചർ ആരുള്ളത്? ഒന്ന് പറഞ്ഞേ, ആരാണ് ബയോളജിന്റെ ആള്? ബയോളജി ഓക്കെ, ബയോളജി ആരും ഒന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഒന്ന് സംഗതി. ഇത് നമുക്ക് എങ്ങനെ, ഇത് വേറെ ഗെയിമാട്ടോ. ഇത് ലാബിന്റെ ഇതൊന്നും കാണുന്നുണ്ടോ? ലാബിന്റെ ഡയഗ്രാം എന്നല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ഇത് ഹിന്ദി സോഷ്യോളജിക്ക് പറ്റും. മാപ്പ് കൊടുത്തിട്ട് ഇന്ത്യൻ സ്റ്റേറ്റ് മാച്ച് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇത് സാധനം. ഇനി ഇത് വേറെ, ഇത് നമുക്ക് ഓരോ ഓർഗന്റെ മാച്ച് ചെയ്യിപ്പിക്കുന്ന സംഗതിയാണ്. ഓക്കെ, ഇതങ്ങനെ അവയവങ്ങളുടെ പേരുകൾ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നു, മാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇത് ആൻസർ കറക്റ്റ് ആണോ നോക്കാം. ഈ ഒരു ഗെയിമിന് ഒരു ലാബിന്റെ ഡയഗ്രാം എന്നുള്ളതാണ് കേട്ടോ. ലാബിന്റെ ഡയഗ്രാം. ഓക്കെ, സബ്മിറ്റ് എടുത്തൊക്കെ എത്ര ശരിയായിട്ടുണ്ടെന്നുള്ളതാണ്. ഒന്നും ശരിയായിട്ടില്ല, ബയോളജി തീരെ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഇതേ സാധനം അതിലുണ്ട്. അപ്പം അനഗ്രാം ഉണ്ട്, മാച്ചിങ് പേഴ്സ് ഒക്കെ അതിലുണ്ട്, ലാബിന്റെ ഡയഗ്രാം. അപ്പൊ ഇങ്ങനത്തെ ഈ ലാബിന്റെ ഡയഗ്രാം ആണ് ആക്ച്വലി പിന്നെ സോഷ്യോളജി ആൾക്ക് മാപ്പ് പഠിപ്പിക്കുക, അതുപോലെ തന്നെ ബയോളജിക്കാർക്കൊക്കെ പറ്റുക. ഇനി ഇതേ കെമിസ്ട്രിയും സൈക്കോ എന്താണ് ഫിസിക്സോ ഒക്കെ പറ്റുന്നതൊക്കെ സംഗതികൾ ഇഷ്ടംപോലെ ഇതിലുണ്ട് എന്നുള്ളതാണ്. വിഷയം അടിച്ചു കൊടുക്കുക, വിഷയാനുബന്ധമായിട്ടുള്ള സാധനം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, ഫിസിക്സിന്റെ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഫിസിക്സ് ഉണ്ടോ? ഒരു വിഷയം പറയുക, നമുക്ക് നോക്കാം. എന്താണ് വേർഡ് വാൾ? ഫോഴ്സ് അടിച്ചു നോക്കാം നമുക്ക്. ജസ്റ്റ് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സുമായി ബന്ധപ്പെട്ട സാധനം വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കാണുന്നത് താഴേക്ക് താഴെ നോക്കാം. അതെ, ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഫോഴ്സുമായി ബന്ധപ്പെട്ടത്. കണ്ടില്ലേ? ഇതൊക്കെ ഫോഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫിസിക്സിന് ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിലെ? ഉണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? നോ. ഓക്കെ, എന്നാ പോട്ടെ. കെമിസ്ട്രി ഉണ്ടോ? നോ. കെമിസ്ട്രി ഉണ്ടോ? കെമിസ്ട്രി ഇല്ല. ഇംഗ്ലീഷാണ് കാര്യമായിട്ടുള്ളത് തോന്നുന്നില്ലേ? അപ്പൊ ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടംപോലെ സംഗതികൾ, പല സംഭവം ഉണ്ട്. എന്തായാലും നിങ്ങൾ നോക്കുക, ആഴ്ന്നിറങ്ങുക, കിട്ടും. ഇഷ്ടംപോലെ ഫണ്ണി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന സംഗതികൾ ഇഷ്ടംപോലെ ഉണ്ട്. ചെയ്തു നോക്കുക. ഒരു സാമ്പിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കാത്ത കുറവുള്ളൂ. ബ്രിട്ടീഷ് രാജ്യങ്ങളിലൊക്കെ ഇത് ഇഷ്ടംപോലെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. മാക്സിമം ഉപയോഗപ്പെടുത്താൻ കുട്ടികളിലേക്ക് സാധനം എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അതിലൂടെ പലതും പഠിച്ചിരിക്കും, അടിപൊളിയാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം എല്ലാവരും ഒരുപാട് ആൾക്കാർ എന്തായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ടു ഓൾ. നമ്മൾ ക്ലാസ് നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, sir. Okay. Thank you, sir.